നമസ്കാരം. അഘോരവിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് വളരെ പ്രസിദ്ധമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. പ്രസിദ്ധം എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിലൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. മറ്റൊന്നുമല്ല, നാഗദോഷങ്ങളെക്കുറിച്ചാണ്. പലരും ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എന്നോണമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പല ആൾക്കാർക്കും അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നമ്മൾ നേരിട്ട് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങളിത് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോഴേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ ജീവിതത്തിൽ നമ്മൾ സമ്പാദിക്കുന്ന പണം മുഴുവൻ ചെലവായി പോകുന്നുണ്ടാകാം. ഒരു നാളേക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മാറ്റി വയ്ക്കാൻ ഇല്ലാത്ത അവസ്ഥ പലരുടെയും ജീവിതത്തിൽ അനുഭവത്തിലുണ്ടാകാം. അതിനൊരു പരിഹാരം എന്നോണമാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കളിലേക്കോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ, അധികം വഴുകാതെ തന്നെ നിങ്ങളൊരു ജ്യോതിഷനെ കാണണം. ഒരു അസ്ട്രോളജറെ കണ്ട് നിങ്ങൾ ഒരു പ്രശ്നം വെപ്പിക്കുകയാണ് വേണ്ടത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന ബുദ്ധിമുട്ടിന് കാരണം ഈ നാഗദോഷങ്ങളാണോ എന്നറിയണം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് തക്കതായ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം പുരോഗതിയിലെത്തും. ഇത് ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ദുഃഖവും ദുരിതവും ധനനഷ്ടവും മംഗല്യ തടസ്സവും ദാമ്പത്യ പ്രശ്നങ്ങളും വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക. ഒരു സ്വസ്ഥതയും സമാധാനവും വീട്ടിലുണ്ടാവുകയില്ല. മാത്രമല്ല, ഈ വിവാഹം കഴിക്കാനായി നിൽക്കുന്ന കുട്ടികളുടെ നിന്ന് വിവാഹം കഴിയാണ്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ത്വക്ക് രോഗങ്ങൾ, അതായത് സ്കിന്നിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ചൊറികൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ദോഷം കൊണ്ട്, നാഗദോഷം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് മറക്കാതെ തന്നെ ഈ കാര്യത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ഇങ്ങനെയുള്ളവർ കാണണമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജ്യോത്സ്യനെ കണ്ട് നിങ്ങളുടെ വീട്ടുപേരും നക്ഷത്രവും അതുപോലെ പേരും കൊടുത്ത് ഒരു പ്രശ്നം വെപ്പിക്കുക. ഇങ്ങനെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ചെറിയ പരിഹാരങ്ങളിലൂടെ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെ മാറ്റി. ജ്യോതിഷപ്രകാരം നാഗങ്ങളുടെ ദോഷത്തെയാണ് നാഗദോഷം അല്ലെങ്കിൽ സർപ്പദോഷം എന്നൊക്കെ പറയുന്നത്. ഈ സർപ്പദോഷം, സർപ്പങ്ങളുടെ കോപം, ശാപം, ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടായിട്ട് ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത്. അതായത് വ്യക്തികൾക്കോ കുടുംബങ്ങൾക്കോ ഉണ്ടാകുന്ന ദോഷങ്ങളെയാണ് നമ്മൾ പൊതുവെ സർപ്പദോഷങ്ങൾ എന്ന് പറയാറ്. കാരണം ഒന്നില്ലെങ്കിൽ പൂർവികർ ചെയ്ത തെറ്റുകൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ, മുൻ ജന്മങ്ങളിലോ അല്ലെങ്കിൽ ഈ ജന്മത്തിലോ നമ്മൾ സർപ്പങ്ങളെ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ സർപ്പക്കാവുകൾ നശിപ്പിക്കുകയോ സർപ്പക്കാവുകൾ വെട്ടി അവിടെ വീട് പണിയുകയോ, ഇങ്ങനെയൊക്കെ പല വിധത്തിലാണ് നാഗദോഷങ്ങൾ നമ്മളെ പിടിപെടാറുള്ളത്. അപ്പോൾ നാഗദോഷങ്ങൾ പിടിപെട്ട് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഐക്യമില്ലാതെ വരിക, ജീവിതത്തിൽ അഭിവൃദ്ധി ഇല്ലാതെ വരിക, ധനനഷ്ടം വരിക, എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും അല്ലെങ്കിൽ എത്ര സമ്പാദിച്ചാലും ആ ധനം നമ്മുടെ കയ്യിൽ നിൽക്കാതെ വരിക, ഇതൊക്കെ സർപ്പദോഷങ്ങളുടെ കാരണമായിട്ട് വരുന്നതാണ്. അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്താന ഭാഗ്യമില്ലാതെ വരിക, കുട്ടികൾ ഉണ്ടാവാതെ വരിക, ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളോളം കാത്തിരുന്നിട്ടും സന്താന ഭാഗ്യം ഇല്ലാത്തവർ ധാരാളമാണ്. അതിനൊരു കാരണം സർപ്പദോഷങ്ങളാണ്. ധനനഷ്ടം, തൊഴിൽ തടസ്സങ്ങൾ, എത്ര ശ്രമിച്ചാലും ഒരു ജോലി കിട്ടാതെ വരിക, അതും നാഗദോഷങ്ങളുടെ കാരണമായിട്ട് സംഭവിക്കാറുണ്ട്. അതുപോലെ വിട്ടുമാറാത്ത ത്വക്ക് രോഗങ്ങൾ വരിക, ജീവിതത്തിൽ എന്നും ചൊറി, ചിരങ്ങുകൾ, ഇങ്ങനെ ശരീരത്തിൽ എന്നും സ്കിന്ന് സംബന്ധമായ അസുഖങ്ങൾ നിരന്തരം ഡോക്ടറെ കാണിക്കേണ്ടി വരിക, ഇതൊക്കെ ഒരു പക്ഷേ നാഗദോഷങ്ങളായിരിക്കാം. അതുപോലെ ദാമ്പത്യ പ്രശ്നങ്ങൾ, വിവാഹ തടസ്സം പറഞ്ഞു, ദാമ്പത്യ പ്രശ്നങ്ങൾ, എന്നും ഒരു സ്വരച്ചേർച്ചയില്ലാതെ വരിക ദമ്പതികൾ തമ്മിൽ, ഇതൊക്കെ സർപ്പദോഷത്തിന്റെ കാരണമായേക്കാം. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു അസ്ട്രോളജറെ സമീപിച്ച് നിങ്ങളുടെ വീട്ടുപേരും നക്ഷത്രവും പേരും പറഞ്ഞു കൊടുത്ത് ഒരു രാശി വെപ്പിക്കുക, അഥവാ പ്രശ്നം വെപ്പിക്കുക.
തീർച്ചയായിട്ടും നാഗദോഷങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും ഇതിൽ. അതിന് കണ്ടെത്തി കഴിഞ്ഞാൽ, അതിന് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊരു മോചനം കിട്ടി ജീവിതത്തിൽ പുരോഗതിയും അഭിവൃദ്ധിയും ഐശ്വര്യവും തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ഇതിന് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിഹാരമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളുടെ കണ്ണ്, ചെവി തുടങ്ങിയ അവയവങ്ങളിലൊക്കെ രോഗങ്ങൾ പിടിപെടുക. ഇതും സർപ്പദോഷത്തിന്റെ കാരണമായിട്ട് ഉണ്ടാകുന്നതാണ്. പരിഹാരമായിട്ട് പറയുന്നത്, സർപ്പദോഷം മാറാനായിട്ട് നാഗരാജാവിന് ആയില്യം നാളിൽ അതായത് ഈ മാസം 19-ന്, അതായത് നാളെ മുതൽ സർപ്പപൂജ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ എല്ലാ മാസത്തിലെയും ആയില്യനാളിൽ സർപ്പപൂജ നാഗരാജാവിന് ചെയ്യുക അല്ലാതെ മറ്റൊരു മാർഗം ഈ ദോഷം മാറാനില്ല എന്ന് തന്നെയാണ്. അതായത് സർപ്പബലി, സർപ്പപൂജ, നൂറും പാലും ഈ വഴിപാടുകൾ നടത്തുന്നത് ഏറ്റവും ഉത്തമകരമാണ്. അതുപോലെ തന്നെ ഈ നാഗരാജാവിനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ദോഷങ്ങളെല്ലാം മാറി എല്ലാ ഐശ്വര്യങ്ങളും തിരിച്ചു വരുന്നതായിരിക്കും. അതുപോലെ എല്ലാ മാസത്തിലെയും ആയില്യനാളിൽ, അതായത് ഈ മാസം മിഥുനമാസം 19-നാണ്, അതായത് നാളെയാണ് ആയില്യനാള്. നാളെ ഈ ഒരു പൂജ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് സർപ്പങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുന്നത് നിങ്ങളുടെ ദോഷകാഠിന്യം കുറയ്ക്കാൻ ഏറ്റവും സഹായിക്കുന്നതായിരിക്കും. തുടർച്ചയായി ഒരു 6 മാസം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറി കിട്ടുന്നതാണ്. എന്തായാലും നിങ്ങൾ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ, നിങ്ങൾ ദോഷമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പരിഹാരങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ ദോഷം മാറ്റാൻ നാഗരാജാവിനെ പ്രീതിപ്പെടുത്തുക ആണ് എന്ന് പറഞ്ഞിരുന്നു. അതിനോടൊപ്പം തന്നെയാണ് സർപ്പരൂപം, പുറ്റ്, അതുപോലെ മുട്ട, ഉപ്പ്, മഞ്ഞൾ തുടങ്ങിയവ സമർപ്പിക്കുന്നതും അത് നാഗരാജാവിന് പ്രീതിപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളിലും വ്യത്യസ്ത രീതിയിലായിരിക്കും പ്രാദേശികമായിട്ട് ചെയ്യാറ്. അപ്പൊ അതിനനുസരിച്ച് അവിടുത്തെ രീതി എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ അവിടെ ചെയ്തു പോരുക. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇന്നത്തെ. ഇതൊരു എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഒരു ജ്യോതിഷ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേലെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.